താമസിച്ചാ ഒന്നും ചോടി വന്നിട്ട് താമസിച്ചാ നമ്മളടാ പിന്നെ ആ തയ്യക്കടക്കാരന്റെ ഭാര്യ സിന്ധു അവള് താമസിച്ചാ എന്ത് താമസം? നമ്മളോട് ഓടി വരുന്നല്ലേ ഇന്ന് കാണുന്നില്ല. അവളോടിപ്പോയി. അത് ഞാൻ കണ്ടില്ലല്ലോ കൂടി പോയിട്ട്. അവൾ ഇന്നലെ മറ്റേ ബേക്കറിയിലെ ബിനുവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഞാൻ വെളുപ്പിനെ അലാറം വെച്ച് എണ്ണിച്ച വെറുതെ ആയി പോലെ. എന്ത് കഷ്ടം. നീ ഇത് ഡെയിലി ഓടുന്നു, എക്സസൈസ് ചെയ്യുന്നു, പക്ഷെ നിന്റെ വയറ് കുറയുന്നില്ലല്ലോ. ഇത് വയറല്ല, പിന്നെ വീട്ടിലെ വേസ്റ്റാ. രാവിലെ കളയല്ല, ആരും കാണത്തില്ല. അമ്മ പറഞ്ഞ ടെക്നിക്കാ. ഇന്നലെ എന്തായിരുന്നു നിന്റെ വീട്ടില്? ഭയങ്കര ബഹളായിരുന്നല്ലോ. അച്ഛൻ കിടന്ന് ഭയങ്കര ഒച്ചയായിരുന്നല്ലോ. തമ്മ മനസ്സമാനം ഇല്ലടാ. കാരണം ഈ അച്ഛനെ കൊണ്ട് ഒരു രക്ഷയില്ല. എന്താടാ? അച്ഛന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഭയങ്കര ബഹളം. എന്ത് ചെയ്യാൻ പറ്റും? 75 വയസ്സായില്ലേ? 75. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനൊക്കെ സമ്മതിക്കണം പ്രഭു. എന്റെ അച്ഛനല്ല, പിന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ കിടന്ന് ഭയങ്കര ബഹളം. കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ. ഭയങ്കര അല്ല, നിനക്കൊരു പെണ്ണ് കിട്ടിയാൽ എന്താ കുഴപ്പം? നമ്മുടെ ഈ സങ്കല്പത്തിനൊത്ത ഒരു പെങ്കൊച്ചിനെ കിട്ടിയില്ല, നമ്മൾ കെട്ടിയിട്ട് കാര്യമില്ല. സങ്കല്പോ? എന്നാ സങ്കല്പം? സങ്കല്പം ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിന് മഞ്ജു വാര്യരുടെ മൂക്ക്, കാവ്യ മാധവന്റെ കണ്ണ്, മീര ജാസ്മിന്റെ ചുണ്ട്, ആനയുടെ ചെവി, ആനയുടെ അല്ല ആനി, സിനിമാടി ആനയുടെ ചെവി, അങ്ങനൊക്കെ ഒത്തു കിട്ടുവാണെങ്കിൽ കല്യാണം കഴിച്ച് നോക്കാം. അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ ആണല്ലേ. നിന്നെ കെട്ടാൻ പോണ പെണ്ണിന് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇതിപ്പോ ഈ മത്തങ്ങായിക്ക് കൈയും കാലം വെച്ച രൂപ. നീ ഒന്ന് കണ്ണാടിയെ നോക്ക്, മൊത്തത്തിൽ ഉരുണ്ടിരിക്കുക. നീ നമ്മുടെ വീട്ടിലും വലിയ വിഷയമാണ്. ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നല്ലോ. അച്ഛൻ തന്നെ വീട്ടിൽ ബഹളം. നമ്മള് രാവിലെ ഓടാൻ വരുന്നത് അറിയാലോ നിനക്ക്. ആണല്ല. ഈ ഓട്ടോ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. മെസ്സിയുടെ ആളാണ് ഞാൻ. കണ്ടെന്നല്ല ഫുട്ബോൾ കളി. ഇന്നലെ ഗ്രൗണ്ടിൽ തകർക്കായിരുന്നു ഞാൻ. കണ്ട് ഗ്രൗണ്ടിൽ എന്ത് കേട്ടെന്ന്? എല്ലാരും ഫുട്ബോൾ കളിക്കുമ്പോ ഇയാൾ ഐസ്ക്രീം തിന്നോണ്ട് അവരുടെ പുറകെ ഓടുന്നു. ഐസ്ക്രീമാ? ഞാനാ? അത് ഐസ്ക്രീം തിന്നൊന്നുമല്ല. പിന്നെ ഞാൻ ഓടിയിട്ട് പതതുപ്പിട്ട് സൈഡിൽ വന്ന് തൂത്ത് കളഞ്ഞിട്ടിരിക്കുമ്പോഴാണ് നീ കാണുന്നത്. എടാ, ഇതും കഴിഞ്ഞ് നേരെ വീട്ടിലടി വന്നു. വീട്ടിലടി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്തിരി ചോറെടുത്തെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നീ ഏണ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞു. എന്ത് ആകട്ടെ, വീട്ടിൽ ചെന്ന് കഞ്ഞിക്കാലത്ത് നിന്നത് ഇത്തിരി ചോറെടുത്തിട്ട് ഉള്ള കറി ഒഴിച്ച് അത് പെരട്ടി ഇതേ ഒരു ഉരുളെടുത്ത് വായിലായിട്ട് വെക്കാനും അച്ഛനൊരു വർത്താനം. 10-75 വയസ്സുള്ള ഞാൻ പണിക്ക് പോയിട്ട് വേണോടാ നിനക്ക് തിന്നാ, പണിയെടുത്ത് തിന്നൂടെ. എന്ത് മനസ്സിലാണോ നിന്റെ തന്ത? ഭയങ്കര. പിന്നെ പിന്നെ ആഹാരം ഇറങ്ങും. ഒരു വറ്റ് നമ്മുടെ ഉണ്ടായെന്ന് അറിയത്തില്ല. പിന്നെ ഈ വർത്താനം കേട്ട് എങ്ങനെ കഴിക്കാനായത്? നീ എന്ത് ചെയ്ത്? പിന്നെ ഞാൻ പിന്നെ ആ ചോറ് നിന്ന് അച്ഛനെ വിളമ്പി വെച്ച കഞ്ഞി എടുത്ത് കുടിച്ചിട്ടാ വീട്ടിൽ നിന്ന് പോയി. വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാശിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ വിട്ടുകൊടുക്കണല്ലോ വാശിക്ക്. വാശി ഒരു വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് പോയിട്ട് വേറൊരു കാര്യമുണ്ട്. അതെ, എനിക്ക് ജോൾസിനെ ഒന്ന് കാണണം. എന്താ ചെറിയ പ്രശ്നം, നീ പുറത്താരോടും പറയരുത്. ഞാൻ പറയൂടാ, ഞാൻ എനിക്ക് അറിയാലോ. ഉറപ്പാണോ? വീട്ടിലെ രാത്രി ദേവിയുടെ വരുത്തു പോക്കുണ്ട്. വീട്ടിലാ? അപ്പൊ ജോൾസിനോടൊന്ന് പറഞ്ഞിട്ട് അതൊന്നും ഒരു പരിഹാരം കാണണം. രാത്രിയല്ലേ നിന്റെ? രാത്രിയിൽ. അത് ദേവിയുടെ വരുത്തു പോക്കല്ല, നിന്റെ തെക്കേ താമസിക്കുന്ന ബേബിയുടെ വരുത്തു പോക്ക. അവനോട് പറഞ്ഞാൽ ക്ലിയർ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ജോലിസിനെ കണ്ട് വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല. ഞാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. ഞാൻ പറയുന്നത് നാട്ടുകാർ പറയുന്നല്ലേ. അതെന്താ സംഭവം എന്നറിയാമോ? അത് ഇവള് ഈ സുമക്കേ ഉറക്കത്തി എഴുന്നേറ്റ് കിടക്കേണ്ട സ്വഭാവമുണ്ട്. ഒരു പണി, ഈ ജോലിസരെ പോയി കണ്ടിട്ട് ഒരു ഏലസ് ജപിച്ച് അവിടെ അരയെ കെട്ടി കൊടുക്കും. അപ്പൊ പിന്നെ എഴുന്നേറ്റ് നടക്കില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് അങ്ങനെ പോയിട്ട് 2 ഏലസ് മേടിക്കണം. അവനോ നിന്റെ പെണ്ണുമ്പിളിക്ക് 2.5 ഉണ്ടോ? അതല്ല, പിന്നെ ഇവളെ എഴുന്നേറ്റ് അങ്ങാട്ടി ഒന്നില്ലെങ്കിൽ ബേബി എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. അപ്പൊ അവനും കൂടെ ഒരെണ്ണം കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? 2 വെച്ച് കൊടുക്കാം. വെള്ളപ്പൊക്കം കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയാണ്. പിന്നെ കല്യാണത്തിന് പോകാൻ നടന്നില്ലെന്ന് വെള്ളപ്പൊക്കം കാരണം. കല്യാണത്തിന് പോകാനായിട്ടോ? പേപ്പറിൽ വാർത്ത കണ്ടില്ലേ? വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. പറഞ്ഞില്ലേ ആളുകളല്ലേ ഇപ്പൊ മോഷ്ടിക്കണത്? പിന്നെ പാമ്പ് മോഷ്ടിച്ചേക്കണം. പാമ്പ് മോഷ്ടിച്ചു? വെഞ്ഞാറമൂട് ജുവലറിയിൽ. അതാ നിന്നോട് ആര് പറഞ്ഞത്? ഇവിടെ പിടികിട്ടാപ്പള്ളി രാജവെമ്പാല അറസ്റ്റിലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നീ കാണിച്ചോ? ഞാൻ കാണിച്ചു വാട്സപ്പിൽ. നീ കണ്ടില്ലേ? എനിക്ക് വന്നില്ല. രാവിലെ എനിക്കോ ഞാൻ നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നോക്ക്. എടാ പൊട്ടായത് പിടികിട്ടാപ്പള്ളി രാജവെമ്പാല അറസ്റ്റിലെന്നല്ല, പിന്നെ പിടികിട്ടാപ്പള്ളി രാജു വെമ്പായം അറസ്റ്റിൽ. നീ എവിടുത്തെ അല്ല, ഞാൻ വെമ്പാലയും കൂടെ അങ്ങോട്ട് ഇതായി പോയത് കേട്ടാ സംഭവം. ഇതെന്ത് രാവിലെ എന്താ പരിപാടി? എന്താ പരിപാടി? എന്താ? ഇല്ല, എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല. ഞാൻ ഈ മൊബൈലിലൊക്കെ എന്താ മോരല്ലേടാ ഇതോ? ആണുള്ളത്. സ്വർണ്ണമാടാ ഇത്? പിന്നെ എടാ സ്വർണ്ണമാണിത്. സ്വർണ്ണമാണെന്ന് എങ്ങനെ അറിയാം? 916 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാ? എവിടെ നോക്കട്ടെ. വേണ്ട വേണ്ട, അത് കറക്റ്റാ. കൈ എന്റെ കറക്റ്റാ കയറുന്ന സംഭവം. എന്താ എവിടെയാ നോക്കട്ടെ? ഞാൻ നോക്കട്ടെ. വേണ്ട പോടാ. എന്തിനാണ് ഞാൻ നോക്കി അവിടെ നിന്ന് എടുത്ത് വെച്ച കൈ കറക്റ്റ്. പിന്നെന്തിനാ നീ നോക്കുന്നത്? ഞാൻ കാണിച്ചതിന് എടുത്തല്ലേ നീ? ഞാൻ ഒരിക്കൽ നോക്കാം. ഞാനല്ല എടുത്ത, ഞാനല്ല. അപ്പൊ എന്റെ അല്ലേ? നീ എടുത്ത് തരണടാ നീ.
എടാ ഇപ്പൊ നീ അതിങ്ങോട്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മാന്യനാണെങ്കിൽ ഞാൻ അത് എടുത്ത് നിന്റെ തരും അല്ലേ? നീ പൊട്ടനായിട്ടാ. എന്നാ ഞാനാ കണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ എടുത്തിരുന്നു, നിന്നോട് ഞാൻ പറയത്തില്ല. നീ സുമേഷ നിങ്ങളുടെ തന്നെ നീ എനിക്ക് എപ്പോഴും എനിക്ക് തമാശ കളി ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞേ, നീ തമാശ കളി നിന്റെ കൂടെ നീ പോയ തമാശ കളിക്കണം. എടാ അതൊന്ന് തന്നേടാ, ഞാൻ ഇപ്പൊ തരാടോ നോക്കട്ടാ. തരത്തില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ നീ എന്താ എന്റെ എന്റെ സ്വഭാവം അറിയാലോ, മീൻ ഭർത്താരാധന അമ്മേനെ ചെലവക്കടിച്ചാണ് ഞാൻ. ആ നിന്റെ അമ്മയല്ലേ, ഞാൻ വേറെ എന്തൊക്കെ ഇതുണ്ട് എത്ര ഉള്ളു ഉണ്ടോ? ഇങ്ങോട്ട് തന്നേടാ. ഇല്ലല്ലോ അത് തരത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, രണ്ടാക്കാതുകൊണ്ട്. ആ വേണ്ട, ആ പണിയൊന്നും വേണ്ട. തട്ടാൻ്റെ അടുത്തുകൊണ്ട് രണ്ടാക്കുന്നുണ്ട്, പപ്പതി എടുക്കാം. ആ തട്ടാനെടുത്തോണ്ട് എന്നെ തട്ടിക്കാനുള്ള പരിപാടിയില്ല, വള്ളി പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഒരു മോതിരം കിട്ടുമ്പോൾ നിന്റെ സ്വഭാവം മാറി. വഴിന്ന് കിട്ടിയല്ലേ? ആ ഇവിടെ കിടന്ന് എനിക്ക് കിട്ടിയല്ലേ? ഇങ്ങോട്ട് താടാ ഇല്ലേ തരികയല്ലേ? കൊള്ളാല്ല. എന്താ അമ്മച്ചി? കൊച്ചിനെ എന്റെ ഒരു സാധനം കളഞ്ഞു പോയടാ. എന്ത് പോയി? എന്റെ ഒരു മോതിരം. മോതിരം അമ്മച്ചിയുടെയാണോ പോയത്? ആ, ആ, നീ കണ്ടോടാ? ഇല്ല ഞാൻ കണ്ടില്ല. ഇത് ഇവിടെ ഇവിടെ നോക്കിയേ, അവിടെ എവിടെയെങ്കിലും ഇവിടെ എവിടെങ്ങാണ്ട തന്നെ പോയത്, എന്റെ കയ്യിൽ നിന്ന് ഇവിടെ എവിടെയോ പോയടാ. ഒന്ന് നോക്കടാ കൊച്ചിനെ. നോക്കോ അവിടെ നോക്കാൻ പറ്റും, അവിടെ പോയി നോക്ക്. എവിടെല്ലാം നോക്കി, അത് കിട്ടാതെ വീട്ടിൽ പോവാനും പറ്റത്തില്ലടാ. അമ്മച്ചിയുടെ മോതിരം ഒന്ന്. അവര് ചുമ്മാ കള്ളം പറയണ തള്ള അവരുടെ ഒന്നും അല്ല അങ്ങനെ. എനിക്ക് തരുമോ? തരത്തില്ല. പകുതി തരുമോ? ഇല്ല തരത്തില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, തരുമോ? തരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കും. രണ്ടാക്കാം 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 രണ്ടാക്കാം. ഉറപ്പാണോ? ചെയ്യൂടാ കൊച്ചനെ. അല്ല അമ്മച്ചിനെ കൊണ്ടാക്കണമെന്ന് ചോദിക്കരുത്. വേണ്ട വേണ്ട, കൊണ്ടൊന്നും നോക്കണ്ട, എനിക്കിത് കിട്ടാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ലടാ. ഇതിപ്പോഴേ ഈ അവിടെയൊക്കെ നോക്കിയായിരുന്നു. എല്ലായിടും നോക്കി നോക്കി വരുന്ന വഴിയാ. സ്വർണത്തിന്റെ മോരാണല്ലേ? സൂക്ഷിക്കണ്ടേ അമ്മച്ചി, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ആർക്കെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തരുമോ ഇതാരെങ്കിലും? ആ കിട്ടും കിട്ടും കിട്ടും. എങ്ങനെ കിട്ടാത്ത എന്താ? ഈ മോതിരം എന്റെ 2 പ്രാവശ്യം കളഞ്ഞു പോയിട്ട് തിരിച്ച് എന്റെ കയ്യിൽ തന്നെ വന്നതാ. സ്ഥിരം പോണ മോതിരം ആണ് ആണ്. പക്ഷെ 2 പ്രാവശ്യം പോയിട്ടും അതെനിക്ക് തിരിച്ചു കിട്ടി. എങ്ങനെ തിരിച്ചു കിട്ടി? അത് ഈ മോതിരം കളഞ്ഞു പോയി ഏവനെങ്കിലും കിട്ടിയെന്ന് വെച്ചോ, ഞാൻ പോയി ഏതെങ്കിലും പള്ളിയിൽ നേർച്ച ഇട്ടിരുന്ന് അറിഞ്ഞങ്ങ് പ്രാവും അവന്റെ തലമണ്ട പൊട്ടി തെറിക്കണേ പുണ്യാളാ ഇരുന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കും. പിന്നെ എടുത്തവൻ തുള്ളി 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 എന്റെ മുമ്പെ കൊണ്ട് തരും, എന്റെ കയ്യെ വെച്ച് തരും. അതുകൊണ്ട് ഇത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാടാ കൊച്ചനെ. ഇതിനു മുമ്പ് കിട്ടിയല്ലേ? ആർക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഒരുത്തം പണ്ടായിരിക്കും ഇതുപോലെ എന്റെ മോതിരം പോയി എന്റെ വീട്ടിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോണ്ടാ ഒരുത്തം തുള്ളി 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 എന്റെ വീട്ടിന് മുമ്പ് വന്നിരിക്കുന്നു. അല്ലടാ, ആ തെങ്ങ് കയറുന്ന കണാരൻ അവനാണ് എന്റെ വീട്ടിൽ നിർത്തോണ്ട് പോയത്. പിന്നെ അറിഞ്ഞു പ്രാവി അവൻ ചോര തുപ്പി തുപ്പി ചാവണേ, അവന്റെ കുടുംബോടൊക്കെ മുടിയണേ എന്ന് പ്രാവിയടാ. പിന്നെ എങ്ങനെ അവൻ തരാതിരിക്കും? അതുകൊണ്ട് ഇതും കൊണ്ട് എന്റെ കയ്യെ തരും, ഒരു സംശയമില്ല. അവിടെ അങ്ങോട്ടൊക്കെ നോക്കാൻ പറ്റും, എവിടം വരെയൊക്കെ പോയെന്ന് അറിയാനൊക്കെ അല്ല. പോയി നോക്ക്. മോളിക്കുട്ടി എന്നെ വീട്ടിൽ കയറ്റത്തോ ഇല്ലല്ലോ. എടുത്തോ. ഞാൻ ആദ്യം ചോദിച്ചപ്പോ എടുത്തോടെ എടുത്തോ എടുത്തോ. നമ്മക്കെന്തിനാ വല്ലതും മുതൽ നമ്മക്കെന്തിനാ? സ്വർണ്ണമല്ലേ ഇത്? ഇത് വിറ്റിട്ട് ഈ കാശ് കൊണ്ട് അച്ഛന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കണം. പണിയെടുക്കാൻ പോണെന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ്. ഈ അമ്മച്ചിമാറ പ്രാക്കെന്ന് പറഞ്ഞാണ്ടല്ലോ, അത് വലിക്കുമോ? പിന്നെ അയ്യോ, ചോര തുപ്പിച്ചാവെന്ന് വെച്ചാൽ ഉറപ്പ് കേസാ, ഉറപ്പ് അത് വലിക്കും. അവരുടെ മോര് 6 ഇരിക്കുന്ന അവര് ചോര തുപ്പിച്ചാവും. അങ്ങനെയൊന്നുമില്ല, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നും. വിശ്വാസം ഇല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ വലിക്കുന്നത്. ഓടാ എടാ, ഞങ്ങളുടെ തിന്നാളെ ഒരു അമ്മച്ചിയുടെ ഇതുപോലെ മാല കളഞ്ഞു പോയി. എന്നിട്ട് അവരിങ്ങനെ നേർന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഈ പേപ്പട്ടി അടിച്ചു. പേപ്പട്ടി അടിച്ചിട്ട് അവന് ഓടിപ്പോയ വഴി ഈ സ്ലാബ് അടന്നത് അവൻ്റെ തലേ വീണ് അങ്ങനെ തല പൊട്ടി കയറി. എന്നിട്ട് അമ്മച്ചിരെ കൊണ്ട് കൂടെ അവൻ ചത്തുപോയി. എറാ നീ എടുത്തു 1 മണിയാ ഇത്. നീ എടുത്ത് നിന്റെ ഈ 2 ദിവസം ഇരിക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മേടിച്ചോളാം. അയ്യടാ അത് വേണ്ട, നീ എടുത്തോ. എടുത്തോടാ എടുത്തോടാ. നമ്മള് വെറുതെ വല്ലവരുടെ ഓരോക്കെ നമുക്ക് വേണ്ടല്ലടാ, അമ്മക്ക് ആവശ്യമില്ല. എന്നാലും 2 പവന്റെ സാധനം എന്ന് പറയാൻ 10-60,000 രൂപ. അതാണ് ഈ അറിവ്. എടുത്ത് അല്ല അവരുടെ ബ്രാക്ക് പലിക്കുമോ? നീ വിറ്റേച്ച് പകുതി എനിക്ക് തരുമോ? നീ എടുത്ത് വിൽക്കുക, എന്നിട്ട് കാശ് മേടിക്കാൻ ഞാൻ 50 രൂപ ഞാൻ എടുക്കും, 10 രൂപ നിനക്ക് തരും. പള്ളി പോയി പറഞ്ഞാൽ മതി. നല്ല തള്ള ബ്രാഗിരിക്കും. പ്രോപ്പർട്ടി അല്ല, ഒരു പ്രോപ്പർട്ടിയില് ചവിട്ടി സൂക്ഷിച്ച് നടക്കണോന്ന് പറഞ്ഞ ചേട്ടാ. ചേട്ടനാ നമ്മളെ പ്രോപ്പർട്ടി. ഇത് ഒരാടെ പേര് എഴുതണോ 2 പേര് എഴുതണോ എന്നുള്ള തർക്കം. നടക്കാതെ കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അതല്ല ചേട്ടന് അവിടെ കുഴപ്പമില്ല. ഇവിടെ കിണറുണ്ട്, വലിയ കിണർ മൂടിയതാ. എന്നിട്ട് മൂടിയാവുമ്പോ ചേട്ടൻ സെൻട്രൽ അയക്കുന്നത് താന്നു പോകും. നിങ്ങളും കൂടെ പുറത്തില്ല, ഞങ്ങള് സൈഡില്ല, ഫ്രണ്ടിലോട്ട്. എന്താ ചേട്ടാ ഞാനേ ഇങ്ങനെ ആരോട് ചോദിക്കുന്നു പറഞ്ഞ ഒരു കാശാണെങ്കിൽ നമ്മുടെ ഇല്ല. കാശല്ല, പിന്നെ ഞാൻ ഈ മരിച്ച ആളാണല്ലോ. അല്ല, ഞാൻ മരിപ്പ് പറയാൻ വന്ന ആളാണല്ലോ. ആണോ? ആ, അപ്പൊ ഞാനേ നമ്മുടെ ഈ ബാബുവിന്റെ വീട് എവിടെയാ? ഈ ബാബു എന്ന് പറയുമ്പോ
ഈ ബാബു മനസ്സിലായ? ഇല്ല. നമ്മളിൽ ഒന്നാം തീയതി സാധനം കിട്ടാ സാധനം മേടിക്കാൻ പോയി പൊരുത്തം പറഞ്ഞില്ലേ മിലിറ്ററിക്കാരന്റെ അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ ഓച്ചറക്കണ്ണൻ. ആ ഈ ബാബു ചൊപ്രക്കണ്ണൻ. ഈ ബാബു അതാണ് ആ പട്ടാളക്കാരൻ. ഈ ബാബു എന്ന് പറഞ്ഞ ഇൻഷൽ അല്ല. പിന്നെ നമ്മൾ ഈ രാജേഷ്, ഈ ബിനു, ഈ ഉല്ലാസ് എന്നൊക്കെ പറയത്തില്ലേ, ഈ ഫിറോസ് എന്നൊക്കെ, അതാണ്. അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞത്. അല്ല ഇൻഷലല്ല, ഇൻഷലല്ല, ബാബു. ബാബു, വെറും ബാബു. മനസ്സിലായോ നിനക്ക്? എടാ മറ്റേ കടുത്തക്കാട് വേലായുധനല്ലേ, വേലായുധന്റെ പുറകിലൊരു താമസക്കാരില്ലേ, എടാ കടത്തിന്റെ എവിടാ, എടാ കനാലിന്റെ അതിലേക്ക് കയറി പോണ ആ ബാബു. അവൻ മറ്റേ ഇലക്ട്രിസിറ്റി ജോലിയുള്ള ബാബു. ആ ബാബു. പിന്നെ അവന് പണിയൊന്നുമില്ല, അവൻ പണിക്കൊന്നും പോകുന്നില്ല. പിന്നെ അവനെ ഈ വൈഫിന് അയൽക്കൂട്ടത്തിന് പണിയുണ്ട്. അപ്പൊ ആ പൈസ മേടിച്ച് ജീവിക്കുന്ന ആളാണ്. ഓ മറ്റൊരു 6 അടി ഹൈറ്റ്. ഞാൻ മറ്റേ ഉത്സവത്തിന് ഗാനം നടന്നപ്പോ ഒരുത്തനെ ഞാൻ ഇടിച്ചില്ലേ, അച്ചാറാക്കി. 7 ദിവസം ആശുപത്രിയിലായിരുന്നു. ബാബു അല്ലേ ഇവൻ? ഭയങ്കര ഇടി മേടിച്ച് നാശമായിട്ട് ഇവൻ ആശുപത്രിയിലായിരുന്നു. എവിടെയാ വീട് ബാബുന്റെ? ബാബുവിന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. നേരെ പോകുമ്പോ ഒരു കലുങ്കുണ്ട്. കലുങ്ക് കയറിട്ട് റൈറ്റ് സൈഡ് ചെല്ലുമ്പോൾ ഒരു വായനശാല ഉണ്ട്. ആ വായനശാല ചെന്ന് ആരാടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാബുവിന്റെ വീട് കാണിച്ചു തരും. എന്താ സംഭവം? എന്താ അവന്റെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അവന്റെ അനിയൻ താമസിക്കുന്നുണ്ട്. പാവം മരിച്ചുപോയി. ബാബുവിനല്ല, അവൻ മരിച്ചുപോയി. പാവം, അവൻ മരിച്ചു എന്ന് പറയാം. നല്ല മനുഷ്യനായിരുന്നു ഇവന്റെ അനിയനെ, ബാബുവിന്റെ അനിയനെ. നല്ല സൂപ്പർ. നിനക്കറിയോ? അല്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനെ കുറിച്ച് നല്ല അറിയണമെന്നില്ല. എങ്ങനെ മരിച്ചു? അതൊന്നും പറഞ്ഞ അവനെ ഭയങ്കര കുടിയനായിരുന്നു. വെള്ളവടി എന്ന് പറഞ്ഞാൽ മുറുക്കത വെള്ളവടി. ഇവൻ വീട്ടിൽ മേടിച്ചോണ്ട് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഇവന്റെ അമ്മ എന്റെ അടുത്തോണ്ട് പറഞ്ഞു, ഞാൻ അതിലൊക്കെ താമസിക്കുന്നുണ്ട്, എടുത്തോണ്ട് പറഞ്ഞു, മോനേടാ അവൻ ഭയങ്കര വെള്ളവടിയാണ്, നീ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. ഞാൻ ഉപദേശിക്കാന്ന് പറഞ്ഞ നേരെ വീട്ടിൽ ചെന്ന് അവൻ പൈൻറ്റ് മേടിച്ചോണ്ട് വരും. ഡെയിലി പൈൻറ്റ് മേടിച്ചോണ്ട് വരും. ഞാൻ എന്ത് ചെയ്യും, ഹെൽപ്പ് എന്നുള്ള മൈൻഡിൽ ഞാൻ ചെന്നിട്ട് പകുതി മുക്കാലും അടിക്കും. അവനടിക്കും, ഞാൻ അടിക്കും. കാര്യം അവന്റെ കരള് പോരുതല്ലോ, നമ്മളതിലൊക്കെ സഹായം. അപ്പൊ ഞാനിങ്ങനെ അവൻ പൈൻറ്റ് മേടിച്ചോണ്ട് വരും, ഞാൻ അടിക്കും, അവൻ പൈൻറ്റ് മേടിച്ചോണ്ട് അടിക്കും. അങ്ങനെ അടിച്ചടിച്ച് ഞാൻ വല്ലാതായി. അങ്ങനെ അവസാനം അവൻ ഒരു പണി ചെയ്ത് അപ്പം ഞാനറിയത് പുറത്ത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ പുറത്തടിക്കാൻ തുടങ്ങി ആള്. അങ്ങനെ മരിച്ചാണല്ലേ? ചേട്ടനൊരു കാര്യം ചെയ്യും, ഇതില് നേരെ ചെന്ന് ചോദിച്ചാൽ മതി. നേരെ പോയി ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട്. പിന്നെ നമ്മുടെ ഈ സ്വർണ്ണക്കടയൊക്കെ നടത്തുന്ന ആ ചേട്ടന്റെ വീട് എവിടെയാ? നമ്മുടെ ഒന്നുമില്ല, മറ്റേ ഇതില്ലേ ഒന്നുമില്ല, ഈ രാവിലെ ഈ മരണം പറയാൻ വന്നോട്ടെ കഴിക്കാതെ. അത് നിങ്ങൾ പോണില്ലേ? ഉറങ്ങിയച്ചൊക്കെ പോത്തുള്ളൂ ആണല്ലേ? അല്ല നിങ്ങൾ പോണ ഇപ്പൊ സമയം 8 മണിയായിരുന്നു. എന്താ കാര്യം? എന്താണ് എന്താ വിയർക്കണ? എന്താണ് തണുപ്പ് പറഞ്ഞേ? മുഖമൊക്കെ മഞ്ഞ കളറായില്ലേ? എന്ത് പറ്റി? എന്തായാലും പനിയുണ്ടോ കുളിരുണ്ടോ? അല്ല ഞാൻ രാവിലെ ഈ മരണം പറയാൻ വന്നിട്ട് കഴിക്കാതെ ഇരുന്നുണ്ടേ ഗ്യാസ് കയറിട്ട്. ചേട്ടന്റെ പേരെന്താ? ജോസ്. കൊള്ളാം, ജോസിന്റെ ഗ്യാസ്. എന്നാ ശരി ശരി, ഓക്കെ. അതങ്ങ് ഇട്ടിട്ട് പോവാം. അതങ്ങ് ഇട്ടിട്ട് പോവാ. ഇട്ടോ അവിടെ ഇട്ടോ. ചേട്ടനായിരുന്നു? എന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയ. അവന്റെ അല്ല, എന്റെ ഊരിപ്പോയതാ. ചേട്ടനാണോ? ചേട്ടാ അത് എന്റെയാണ് ചേട്ടാ, എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഓടിയപ്പോ ഊരിപ്പോയത്. മോരേണ്ട മനസ്സിലായി. ഏതാ ഇത് നിങ്ങളുടെ 2 പേരുടെ അല്ല, ഇത് എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയതാ. അത് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വരുത്തം വന്നിട്ട് മോതിരം എടുത്തോണ്ട് പോകണത് ശരിയായില്ല. അല്ല, ഭരത്തിനോട് മര്യാദക്ക് പെരുമാറണം, അതാണ് നാട്ടുകാരെ. ഇപ്പൊ നിന്റെ വീട്ടിൽ മരിപ്പ് പറയാൻ ആളെയല്ലും. അങ്ങനെയല്ലോ നിന്നെ കൊല്ലും. ആര്? ഞാൻ കൊല്ലും. ഇപ്പൊ കൊല്ലും. ചുമ്മാ സുമേഷ വേണ്ട. അവനോട് ഉടക്കണ്ട, സീരിയസ് ആണ്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അതല്ലെന്ന്. പിന്നെ അവനിവിടെ എല്ലാരും വിളിക്കണെന്താന്നറിയാമോ? എന്താണ്? പരുന്ത്, ജഡായി പരുന്ത്. കണ്ടാ? ജഡായി പരുന്തല്ല, സിംഹവാലം കുരങ്ങൻ. അങ്ങനെയല്ല, പിന്നെ ഉടക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നെ പോലെ ഇല്ല, അതുകൊണ്ടാണ് ചേട്ടൻ അത് ഇട്ടേര്. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം. ഞാൻ എനിക്കിവിടെ കിടന്നിട്ടാണ് ഞാൻ കൊണ്ടു. അവൻ ഒറ്റക്കാലം നിന്നാ പിന്നെ അടിക്ക് ഉറപ്പാണ്. ഒറ്റക്കാലം എനിക്കാ ദേഷ്യം വന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയില്ലാത്തത്? പണ്ടൊരു അടിക്കു വെച്ച് തലക്കടി കിട്ടിയ പിന്നെ ഓർമ്മയില്ല. സ്വഭാവം പിന്നെ എങ്ങനെ ഓർമ്മ കിട്ടും നിനക്ക്? ഞാൻ തരത്തില്ല. ഇല്ല, ഇടിക്കാൻ പറ്റില്ല. ഇനി ഇടിയുണ്ടാക്കിട്ട് വീട്ടിൽ ചെന്നാൽ ചോറ് തരത്തില്ല. നമ്മ ഇടിയില്ല, ഞാൻ തരില്ലെന്ന്. എനിക്ക് ഇവിടെ കിട്ടിയതാണ്. ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ലെന്ന്. തരത്തില്ല. ഇങ്ങോട്ട് വന്നേ. ഞാൻ തരത്തില്ല. അല്ല അതല്ല, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടാ. എന്തായാലും നമുക്ക് 3 പേർക്കും കൂടിയാണല്ലോ കിട്ടിയത്. നമുക്കിത് 3 ആക്കാം. 2 ആക്കാം.
മൂന്നാക്ക ഞാൻ പിന്നെ എന്തിനു ഈ രണ്ടാഴ്ച അതല്ലേ ഞാൻ പറഞ്ഞ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കണ്ട, ഉണ്ടാക്കാന്ന് പറയണ എന്ത് കഷ്ടമാണ്. അത് ശരിയാവില്ല. മൂന്നാക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്നത്തെ കാലം സ്വർണ്ണം ഈ വെള്ളപ്പൊക്കം കാരണം സ്വർണ്ണത്തിന് വലിയ വിലയൊന്നും കിട്ടത്തില്ല. വില 100-300 രൂപ കിട്ടും. 300 രൂപ ഞാൻ തരാം ചേട്ടന്. അമ്മ മോതിരം കട അതൊന്നും വേണ്ടാവോ, മൂന്നാക്കാത് സാധനം കിട്ടിയിട്ട് മൂന്നാക്കാം. തീർന്നല്ലോ. ചേട്ടാ അമ്മച്ചിയുടെ മോതിരാണ് നമ്പര് നിങ്ങൾ രണ്ടുപേരുടെ നമ്പര് ഇല്ലെന്ന് സത്യമായിട്ടും കിട്ടിയാ അമ്മച്ചി? ഇല്ലടാ മോനെ, അത് പോയി, അതിന് കിട്ടിയൊന്നുമില്ല. ഇല്ല പോത്തൊന്നും ഇല്ലടാ. പള്ളിയിൽ പോയേച്ചും വരുന്ന വഴിയാ നേർച്ചപ്പെട്ടി പോയി വലിയ ഒരു നേർച്ച ഇട്ട് ആണോ? ഇതെടുത്തവന് പാമ്പ് കൊത്തി പട്ടി അടിച്ച് അവൻ തുള്ളി തുള്ളി എന്റെ അടുത്ത് വരും. അവൻ എന്റെ കയ്യെ കൊണ്ട് പിടിപ്പിക്കും. ഇത് കൊരച്ച് അവന്റെ കുടുംബം അടക്കം ചാവടേ പൊന്നു പുണ്യാളാ. അയ്യോ എവിടെ വേണേലും നേർച്ച ഇട്ടാക്കാമേ. എന്റെ കൈ കൊണ്ട് അത് തരുമ്പോഴത്തേക്ക് കിട്ടി. മോതിരമല്ലേ? അയ്യോ ഞങ്ങള് പറഞ്ഞായിരുന്നു ഇങ്ങനെ അമ്മച്ചിയുടെ പോയ മോതിരാണെന്ന്. പക്ഷേ എടാ കൊച്ചനെ ഇത് എന്റെ മോതിരം അല്ലല്ലോ. അമ്മച്ചിയുടെ മോതിരല്ലേ? എന്റെ മോതിരം അത് ഞാൻ വെച്ചു. അയ്യോ എന്റത് 2 പവനുണ്ടടാ. പോരാത്തതിന് ഇവിടെ ഒരു കുരിശുണ്ട്. അമ്മ പിന്നെ ഇങ്ങോട്ട് തന്നരുത്. ഇത് എന്റെ കയ്യിലല്ലേ ഇപ്പൊ? അല്ല അമ്മച്ചിയുടെ അല്ലല്ലേ, ഞാൻ തന്നില്ല. അയ്യോ മോളിക്കുട്ടി വിളിക്കുന്നു. എടി മോളിക്കുട്ടിയേ, എന്താടി? ആന്നോ? അയ്യോ അമ്മച്ചി താടി വരുന്നടി മോളെ. ദാ വരുന്നു. അയ്യോ ദാ വരുന്നു. മോളിക്കുട്ടി എന്റെ മോതിരം കുളിമുറിന്ന് കിട്ടിയെന്ന്. അപ്പൊ ഇത് അമ്മച്ചിയുടെ അല്ലേ? ഇങ്ങോട്ട് തന്നേര്. പള്ളിയിൽ പോയി അമ്മച്ചി അതൊന്നും പറ്റത്തില്ല. പിന്നെ ഇത് എന്ത് ചെയ്യാനാ? ഇത് നമുക്ക് നാലാക്കാടാ.